സഹോദരനാണ് എന്ന വ്യാജേന സ്വന്തം ഭാര്യയുടെ വിവാഹം നടത്തി വലിയൊരു തട്ടിപ്പിന് ശ്രമം. വിവാഹത്തിൽ അവിവാഹവേദിയിൽ കൈപിടിച്ചു കൊടുത്തത് ഭർത്താവ് തന്നെ. ലക്ഷ്യമിട്ടത് ആ വരന്റെ പണം മുഴുവൻ തട്ടിയെടുക്കാൻ. മധ്യപ്രദേശിൽ അവിടെ മുറേന എന്ന സ്ഥലം, ആ മുറേന സ്വദേശിനിയായിട്ടുള്ള രാധ എന്ന് വിളിക്കുന്ന ദീക്ഷ മുഡ്ഗൽ, ആ സ്ത്രീയെയാണ് ഗ്വാളിയർ സ്വദേശിയായിട്ടുള്ള രത്തൻ ശർമ്മയുടെ പരാതിയിൽ പോലീസ് പിടികൂടുന്നത്. വിവാഹിതയാണ് ആ യുവതി. പക്ഷേ അവളും അവളുടെ ഭർത്താവും ഇക്കാര്യം മറച്ചുവെച്ച് മറ്റൊരു വിവാഹം നടത്തിയെന്നും ആ വിവാഹശേഷം പണവും സ്വർണവും ഉൾപ്പെടെ തൻ്റെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുമാണ് രത്തൻ ശർമ്മ എന്ന ആ യുവാവിൻ്റെ പരാതി. ഈ സംഭവത്തിൽ യുവതിയുടെ സഹോദരനായി അഭിനയിച്ച യഥാർത്ഥ ഭർത്താവ് സോനു എന്ന അജയ് ചൗഹാൻ ഉൾപ്പെടെ 6 പേർ കൂടി പ്രതികളാണ്. ഇതിൽ അജയ് ചൗഹാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാക്കി പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. युवक आए थे, इन्होंने का कहना है कि इनसे शादी करने का किसी ने इनको झांसा देकर और कुछ इनसे रुपए ले लिए हैं और शादी जैसी कोई बात नहीं थी. जो महिला इनसे शादी कराई जा रही थी और जो युवक उनके साथ आया था वो पहले से ही शादीशुदा है, उसके बच्चे भी हैं. तो इस प्रकार की धोखाधड़ी का इन्होंने आवेदन दिया है. तो इसमें भी हम जांच कर रहे हैं. जो भी इसमें तथ्य मिलेंगे आधार पर इसमें वैधानिक कार्रवाई करेंगे. ജബൽപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരനാണ് ഈ രത്തൻ ശർമ്മ എന്ന യുവാവ്. കുറെ നാളുകളായി ഇയാളുടെ വിവാഹത്തിനായി വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ വിവാഹമൊന്നും നടക്കുന്നില്ല. കുറെ നാളുകളായി ഈ കല്യാണ പെണ്ണിനെ തേടി നടക്കുകയാണ് ആ രത്തൻ്റെ കുടുംബാംഗങ്ങൾ. അപ്പോൾ ഇതിനിടയിലാണ് ഇവരുടെ അയൽക്കാരനായിട്ടുള്ള സോനു തിവാരി എന്നയാൾ ഈ മൊറേന സ്വദേശിയായിട്ടുള്ള അജയ് ചൗഹാനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് വിവാഹം ആലോചിക്കുന്നുണ്ടെന്നും വിവാഹം ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഈ അജയ് ചൗഹാൻ തൻ്റെ സഹോദരിയായിട്ടുള്ള രാധ എന്ന പെൺകുട്ടിക്ക് വിവാഹം ആലോചിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ രത്തൻ ശർമ്മയുടെ കുടുംബത്തെ കാര്യങ്ങൾ അറിയിക്കുന്നു. അവരും താല്പര്യം പ്രകടിപ്പിക്കുന്നു. ശരിക്കും ഈ അജയ് ചൗഹാന്റെ ഭാര്യയാണ് രാധ, സഹോദരിയല്ല. ഇക്കാര്യം മറച്ചു വെച്ചാണ് വിവാഹ തട്ടിപ്പിനുള്ള ആദ്യ ശ്രമം അയാൾ അവിടെ തുടങ്ങുന്നത്. പണം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആ പ്രതികളുടെ ലക്ഷ്യം. ഈ യുവതിയുടെ ഫോട്ടോ കണ്ടതോടുകൂടി രത്തൻ ശർമ്മയ്ക്കും താല്പര്യമായി. അവരുടെ കുടുംബത്തിനും സമ്മതം. നേരിട്ടും രത്തൻ ശർമ്മ പോയി ആ യുവതിയെ കണ്ടു. അങ്ങനെ മെയ് 7-ാം തീയതി വിവാഹം നിശ്ചയിച്ചു. വിവാഹം നടക്കുകയും ചെയ്തു. സഹോദരനാണ് എന്നുള്ള വ്യാജേന അവളുടെ ഭർത്താവായിട്ടുള്ള ഈ അജയ് ചൗഹാനാണ് ആ വിവാഹ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. ചടങ്ങിൽ ഈ വധുവിൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്ന ചടങ്ങുണ്ട്. അതുപോലും ചെയ്തത് അയാളുടെ ഭർത്താവാണ്, അവരുടെ ഭർത്താവാണ്. മാത്രമല്ല ഈ വധുവിൻ്റെ ബന്ധുക്കളായി കുറച്ചേറെ പേരെയും ഈ പ്രതികൾ കൊണ്ടുവന്നു അഭിനയിക്കാനായി. അങ്ങനെ വിവാഹത്തിനായി ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപയാണ് ഈ രത്തൻ ശർമ്മ ചെലവാക്കിയത് എന്നാണ് അയാൾ പോലീസിനോട് പറയുന്നത്. വിവാഹം കഴിഞ്ഞ് കാര്യങ്ങൾ മാറി മറഞ്ഞു. ഈ വധുവും വരനും, അതായത് രത്തൻ ശർമ്മയും ഈ പറയുന്ന രാധയും ഗ്വാളിയോറിലെ ഇയാളുടെ വീട്ടിലെത്തി. പക്ഷേ വിവാഹം കഴിഞ്ഞ് ആ യുവതിയുടെ പെരുമാറ്റത്തിൽ കുറേയേറെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുകയാണ് ഈ രത്തൻ ശർമ്മ എന്ന നവവരനും അയാളുടെ വീട്ടുകാരും. നിരന്തരം ഈ യുവതി വാട്സപ്പിൽ ചാറ്റ് ചെയ്യും. അത് അവർക്കൊരു സംശയം ഉണ്ടാക്കുകയാണ്, മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. ഈ രത്തൻ ശർമ്മ എന്തു ചെയ്തു? ഈ ഭാര്യയുടെ ഫോണിലെ വാട്സപ്പ് തൻ്റെ മറ്റൊരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് അവൾ അറിയാതെ അവളുടെ ചാറ്റ് പിന്തുടരാൻ തുടങ്ങി. അങ്ങനെ പരിശോധിച്ചതോടുകൂടിയാണ് അജയ് ചൗഹാനുമായുള്ള ഈ ചാറ്റുകൾ ഇയാൾ കണ്ടെത്തുന്നത്. സഹോദരനാണ് എന്ന് പറഞ്ഞ അജയ് ചൗഹാൻ ഭാര്യയുടെ ഭർത്താവാണെന്നുള്ള തിരിച്ചറിവ്, അതിൻ്റെ ഞെട്ടലായിരുന്നു അയാൾ. ഈ അന്വേഷണത്തിൽ രാധയും അജയ് ചൗഹാനും 2 വർഷം മുമ്പ് 2024 വിവാഹിതരായതാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെയാണ് ആ സാധു മനുഷ്യൻ പോലീസിനെ സമീപിക്കുന്നത്. എന്താണ് ആ കല്യാണ തട്ടിപ്പിനിരയായ രത്തൻ ശർമ്മ പറയുന്നത്? मेरा 7 तारीख को मेरी शादी हुई राधा और दीक्षा मुदगल से, जो कि मुरैना की रहने वाली बताई गई है. अपने सोनू उर्फ अजय प्रताप सिंह नाम है उनका, सोनू चौहान नाम है उनका भाई का.
जो कि मुँह बोला भाई बन के आया था हमारे पास में, जो कि उनका बाद में हस्बैंड निकला। सर हमारे पास आए थे, उन्होंने बोला कि हमारी ये बहन है, मुँह बोली बहन बन के हमारे पास में आकर के शादी किया। इसके पहले भी वो फ्रॉड कई जगह कर चुके हैं सर, फ्रॉड कंपनी है, हमको ये बाद में समझ में आया। सर उनको वो बाकायदा लड़का उसको जान बोल रहा है, आई लव यू बोल रहा है, तूने मस्त मज़ा आ गया, तूने बस। लड़की उसको रिप्लाई दे रही है कि हाँ जान चिंता मत कर, ये डील है, मैं तेरी लाइफ भी बना दूंगी और अपनी लाइफ भी बना लूँगी, शादी तो एक डील है। इमीडिएटली मैंने अभी इमीडिएटली एक्शन नहीं लिया, सिर्फ 3-4 दिन का मैंने वेट किया और ज़्यादा से ज़्यादा उनके चैट मेरे पास इकट्ठे हो जाएँ, इस एविडेंस का वेट किया। मेरे पास अभी उनके पूरे भरपूर एविडेंस है। बाद में मैंने उनको बोला कि भाई आपका जो रिश्ता है इनके साथ में वो मुझे मालूम चल गया। अब फिर उनका प्रेशर आने लगा सर, फिर वो हमको धमकी देने लगा कि मैं दोनों भाइयों में गोली मारूंगा, तुम्हारे पूरे परिवार को जेल भेजूंगा। അങ്ങനെ രത്തൻ ശർമ്മയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. യുവതിയെ അവിടെ ഒരു വനിതാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. യുവതിയുടെ യഥാർത്ഥ ഭർത്താവായിട്ടുള്ള അജയ് ചൗഹാനെയും കസ്റ്റഡിയിലെടുത്തു. ഇനിയും ഈ കേസിൽ പ്രതികളുണ്ട്. എന്തൊരു സങ്കടകരമായിട്ടുള്ള സാഹചര്യമാണെന്ന് നോക്കണം ആ രത്തൻ ശർമ്മയുടെ കുടുംബത്തിന്. അറ്റുനോറ്റു കിട്ടിയ ഒരു പെണ്ണാണ്. ഒരുപാട് നാളുകൾ അന്വേഷിച്ചിരുന്നു ഒരു വിവാഹം നടത്താനായി. പക്ഷേ ആ വധു തന്നെ പറ്റിച്ചു പോയതിൻ്റെ ഒരു ആഘാതം ഇപ്പോഴുമുണ്ട് ആ വീട്ടുകാർക്കും ആ രത്തൻ ശർമ്മയ്ക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.